എടി നല്ല മണമാടി, വാടി പ്ലീസ് പോവാടി പറിക്കാന്. എടി നീ എവിടെ മുല്ലപ്പൂ നിൽക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞത്? ആ വാരസിമനയിലെ കാര്യമാണോ പറയുന്നത്? അത് തന്നെ, വാരസിമനയിലെ മുല്ലപ്പൂന്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ ഇഷ്ടംപോലെ മുല്ലപ്പൂ തോട്ടം അല്ലേ ഉള്ളത്. എന്തോ മണമാ, ഇനി താഴെ വരെ മണം വരുന്ന കണ്ടില്ലേ? എടി അതാ ലങ്കുപത്രാവതിന് അവിടെ താമസം ഉണ്ടെന്നൊക്കെ അല്ലേ പറയുന്നത്. അവർക്കാണെങ്കിൽ അവിടെ വലിയൊരു വീടൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. എനിക്ക് പേടി അവിടെ പോകാൻ. അവരാണെങ്കിൽ നമ്മളെ വല്ല ചെയ്ത് എന്ത് ചെയ്യും? വെറുതെ പറയുന്നേടി. ആ മുല്ലപ്പൂത്തോട്ടം ആണെങ്കിൽ ആരുടെ സ്വന്തം ഒന്നും അല്ല അത്. ആ മലമുകളിലുള്ള മുല്ലപ്പൂത്തോട്ടോ അതാരും പറിക്കാതിരിക്കാൻ വേണ്ടിട്ടേ ചില കള്ളന്മാരെന്തോ അറിയോ അവിടെ പോയിട്ടാണെങ്കിൽ ആ മുല്ലപ്പൂ എല്ലാം പറിച്ചോണ്ട് വിൽക്കുന്നുണ്ട് ചില കള്ളന്മാര്. എന്നിട്ടാണെങ്കിൽ വേറെ ആരും പോയി അവിടെ പോയി പറിക്കാതിരിക്കാൻ വേണ്ടിട്ട് അവന്മാരുണ്ടാക്കിയ കഥയത്. അങ്ങനെ പറയപ്പെടുന്നുണ്ട്. ചിലവന്മാരെങ്കിൽ അവിടെ പോയി സ്ഥിരമായിട്ട് മുല്ലപ്പൂ പറിച്ച് വിൽക്കുന്നുണ്ടെന്നൊക്കെ അവന്മാരുണ്ടാക്കിയ കഥയായതെന്നൊക്കെ പറയുന്നുണ്ട്. ലങ്കു മന്ത്രവാദിയുടെ കാര്യമൊക്കെ എനിക്കറിയത്തില്ല. എന്തായാലും ചിലപ്പോൾ ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യും? ലങ്കു മന്ത്രവാദിന് അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ലങ്കു മന്ത്രവാദിന് അവിടെ ഉണ്ടെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല. അവന്മാരുണ്ടാക്കിയ കള്ളക്കഥ തന്നെ ഇത്. നീ എന്തായാലും വാടി പ്ലീസ്. ഇനി നല്ല മണം. ആരാടാ പൂ പറിക്കുന്നത്? പൂ പറിക്കുന്നവനെ ഞാൻ ചാക്കി കയറ്റും. എന്റെ തോട്ടത്തിൽ കയറാൻ ആര് പറഞ്ഞു നിന്നോടൊക്കെ? ലം ലങ്കു ലം ലങ്കു, നീയൊക്കെ എന്റെ ഭവനത്തിലേക്ക് എത്തട്ടെ. ലം ലങ്കു ലം ലങ്കു, നീയൊക്കെ എന്റെ ഭവനത്തിലേക്ക് എത്തട്ടെ. ആ
എന്റെ മുല്ലപ്പൂന്തോട്ടത്തിൽ വന്നിട്ടൊന്നും ചെയ്യരുതെന്നോ? നിന്നോടൊക്കെ ആര് പറഞ്ഞു എന്റെ മുല്ലപ്പൂന്തോട്ടത്തിൽ വരാൻ? ലം ലങ്കു ലം ലങ്കു. അയ്യോ ഞങ്ങൾക്ക് അതിനെ അബദ്ധം പറ്റിപ്പോയതാ. ഞങ്ങൾ അങ്ങ് തിരിച്ചു പൊക്കോളാം. ഞങ്ങൾക്ക് ഇവിടുന്ന് മുല്ലപ്പൂൊന്നും വേണ്ടേ. അങ്ങനെ എന്റെ മുല്ലപ്പൂന്തോട്ടത്തിൽ വെറും കൈയോടെ വന്നിട്ട് അങ്ങ് തിരിച്ചു പോകാൻ പറ്റുമോ? എന്തെങ്കിലും തന്നു വിടണ്ടേ നിങ്ങക്ക്? കഴിക്കാനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി ആന്റി. വിശന്നിട്ട് വയ്യ. പിള്ളേരിക്കടാ പൊട്ടാ. കഴിക്കാൻ മാത്രം മതിയോ? കുടിക്കാനും വേണ്ടേ? കുടിക്കാൻ എന്തെങ്കിലും ജ്യൂസ് വല്ലതും മതി. ഇവനെ കൂടെ തോറ്റല്ലോ. ഓ ഇവന്റെ പൊട്ട വർത്താനം കേട്ടിട്ട് അവർക്കാണെങ്കിൽ നമ്മളോട് ദേഷ്യം കൂടത്തേ ഉള്ളൂ. ലം ലങ്കു ലം ലങ്കു. അയ്യോ അയ്യോ ഞാൻ പറഞ്ഞു പോകുന്നേ. അയ്യോ കുട്ടുമോനെ. അയ്യോ എന്നെ രക്ഷിക്കാരെങ്കിലും. അയ്യോ എനിക്ക് ശ്വാസം കിട്ടുന്നില്ലേ. ലം ലങ്കു ലം ലങ്കു. അയ്യോ ദേ എന്നെ പറിച്ചിട്ട് പോണേ. അയ്യോ അവൻ രണ്ടേരം തൊണ്ട കെട്ടി തൂക്കിയിട്ടേക്കുന്നു. വിഷമിക്കണ്ട, നിങ്ങൾക്കും തരോ അവസരം. ലം ലങ്കു ലം ലങ്കു. എന്റെ മുല്ലപ്പൂ പറിക്കാൻ വന്നതും പോരാ, പൊക്കോളാന്നോ? മിണ്ടരുത്, മിണ്ടാതെ അടങ്ങി കിടന്നോ എല്ലാരും. ആഹാ തള്ളയോ? ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. ലം ലങ്കു ലം ലങ്കു. നീയൊക്കെ ഇവിടെ കിടക്ക്. ഈ മഞ്ഞ് കൊണ്ടിട്ടപ്പോ ഭയങ്കര തണുപ്പ്. ഞാൻ പോയി കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കട്ടെ. ഛേ, തീപ്പെട്ടി കത്തിച്ചിട്ട് കത്തുന്നില്ലല്ലോ ഇവിടെ. എത്ര നേരം കൊണ്ട് ഞാൻ തീപ്പെട്ടി കത്തിക്കാൻ നോക്കുന്നത്, ശരിയാവുന്നില്ലല്ലോ. ഓ, അവിടെ ഞാൻ ആ മഞ്ഞൂട്ടം കൊണ്ടിട്ടതാ പ്രശ്നമായിപ്പോയത്. ആ മഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട്, ആ തണുപ്പ് കാരണമായി കത്താത്തത്. എനിക്കറിയാം കട്ടൻ ചായ കുടിക്കാതെ വയ്യ. കട്ടൻ ചായ കുടിച്ചിട്ട് വേണം എല്ലാത്തിനും വക വരുത്താൻ. ഇനിയിപ്പോ വെറുതെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ആ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാം, എന്നാലേ ഇത് കത്തത്തുള്ളൂ. ഓ, മണ്ണെണ്ണ ഒഴിച്ച് കൂടിപ്പോയല്ലോ. ഓ, എന്താ ഇത്? എന്താ ഇത്രയും കത്തുന്നത്? ഇതെന്താ ഇങ്ങനെ കത്തുന്നേ? അയ്യോ, തീ കൂടി വരുവാന്നല്ലോ. അയ്യോ, ഇവിടെ മൊത്തം തീയായി. അയ്യോ രക്ഷിക്കണേ. അയ്യോ അയ്യോ, ഇവിടെ മൊത്തം തീയായേ. നല്ല സുഖം, നല്ല ചൂട് കിട്ടുന്നുണ്ടല്ലോ. എടാ കൊച്ചിനെ അങ്ങോട്ട് നോക്കി, ആ വീട് കത്തുന്നടാ. അയ്യോ ശരിയെന്നില്ല, വീട് കത്തുന്നു. നമ്മളെല്ലാരും ഇപ്പൊ നേരെ വന്ന് വീണല്ലോ. എടി എനിക്കൊന്ന് ആ തള്ളച്ചി കത്തിപ്പോയി തോന്നുന്നു കേട്ടോ, ആ ഒരു തീക്കത്ത്. അതുകൊണ്ടാ തോന്നുന്നു നമ്മുടെ ദേഹത്തുള്ള ആ പവറെല്ലാം അങ്ങ് പോയി. അയ്യോ ശരിയാ, നമുക്ക് ഈ സമയം കൊണ്ട് രക്ഷപ്പെടാം. ഓടിക്കാം എല്ലാരും. ഓ അങ്ങനെ നമ്മൾ ഓടിയാ മണ്ണൊക്കെ അങ്ങനെ കത്തിയല്ലോ. ഓ ഇനി ആരും പേടിക്കണ്ട, ലെങ്കുമന്ത്രവാദി എന്തായാലും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നേ. ഓ അങ്ങനെ നമ്മൾ ഇവിടെ രക്ഷപ്പെട്ട് എത്തിയല്ലോ അല്ലേ? എന്നാൽ ആ വീടിന് എങ്ങനെയാണ് തീ പിടിച്ചത്? എടി അവരെങ്ങനെ കട്ടൻ കാപ്പി ഇട്ട് കുടിക്കാന്ന് പറഞ്ഞിട്ടല്ലാന്നോ പോയത്? അപ്പൊ തീ പിടിച്ച് അടുക്കളയില്. ആ മാവന്റെ പറഞ്ഞ ശരി, അടുക്കള തീ പിടുത്തുണ്ടായിരുന്നു. അങ്ങനെ ആ വീട് മൊത്തം കത്തിയത്. ശരി കറക്റ്റ് കാര്യമാ. എന്തായാലും അടുക്കള അവരെന്തായാലും കട്ടൻ കാപ്പി ഇടാൻ വേണ്ടിട്ടല്ലേ പോയത്. അപ്പൊ എന്തായാലും അടുക്കള തീ പിടുത്തം ഉണ്ടായി. അങ്ങനെ എന്തായാലും വീട് മൊത്തം കത്തിയത്. ഓ എന്തായാലും നമ്മുടെ ഭാഗ്യം, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടല്ലേ. അല്ലെ പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടെന്ന് അവര് നമ്മളെ വക വരുത്തേനെ അവര്. എങ്ങനെ വേണോ നിനക്ക് മുല്ലപ്പൂ? അയ്യോ എനിക്ക് വേണ്ടേ മുല്ലപ്പൂ. ഇപ്പൊ ലഘുമന്ത്രാലയത്തിലാണ്